നമസ്കാരം. ഒരുപാട് ദിവസമായി ഞാൻ പുതിയ ബ്ലോഗുകളുമായിട്ട് വന്നിട്ട് ഇന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിതിൻ രാജ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പയ്യൻ അല്ലേ, വളരെ ചെറിയ സാധാരണക്കാരനായ ഒരു പയ്യനെ കൊന്നു കുഴിച്ചു മൂടി. ഒരു ഡെൻ്റൽ കോളേജും അവിടുത്തെ ഒരു പ്രൊഫസറും, ഒരു ലേഡി പ്രൊഫസറും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് സംസാരിച്ചാൽ പോരെയെന്ന്. ഇതിൽ കൂടുതൽ എന്ത് സത്യാവസ്ഥയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഇന്ന് TV മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, ന്യൂസ് ചാനലുകളിലൂടെ ആ കുട്ടിയുടെ കൂടെ പഠിച്ച ആളുകൾ, ആ കോളേജിൽ പഠിക്കുന്ന സമാന അനുഭവമുള്ള ആളുകൾ വന്നിട്ട് പറയുകയാണ് ഇവർക്ക് നേരിടുന്ന ബോഡി ഷേമിങ്. ഒരു ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിക്ക് ആ സംഭവിക്കുന്ന, അത് സ്ത്രീകളായ പെൺകുട്ടികൾക്ക് വരെ മുടിയെക്കുറിച്ചും, മുടി നീണ്ടതിനെക്കുറിച്ചും, തടിയെക്കുറിച്ചും, തടി മീൻസ് ബോഡിയുടെ വണ്ണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും വൾഗറായിട്ടൊക്കെ സംസാരിക്കുന്ന അയാളൊക്കെ അധ്യാപകനാണ്. BDSും MBBSും ഒക്കെ പഠിച്ച് ഇവർ എന്തിനാണ് ഈ പിള്ളേരെയൊക്കെ, ഇത്രയും ബോധമില്ലാത്ത ഇവരെയൊക്കെ ഒരു മാനസിക രോഗികളാണ്. ശരിക്കും ഈ ഡോക്ടർ ശരിക്കും അവർ രണ്ടുപേരും ഒരു മാനസിക പ്രശ്നമുള്ള മാനസിക രോഗികളാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? ഒന്നെങ്കിൽ ഇവരുടെ ചെറുപ്പത്തിൽ ഇവർക്കുണ്ടായ തിക്താനുഭവമായിരിക്കും. ഇങ്ങനെ ഈ പിള്ളേർക്ക് നേരെ ഒരു റാഗിങ് തന്നെ പറയാം അല്ലേ? ഈ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ മറ്റൊരു സഹപാഠിയെ എഴുത്തി കാണിച്ച് ഒന്നെങ്കിൽ അവൻ്റെ ജാതി, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളുടെ തൊഴിൽ, അല്ലെങ്കിൽ അവൻ്റെ എന്താ പറയേണ്ട വസ്ത്രം, കളർ അല്ലേ? ഈ ബ്ലാക്ക് കളറോടൊക്കെ പലർക്കും ഒരു പുച്ഛമുണ്ട്, ഒരു പുച്ഛം. ഇവനൊക്കെ തന്നെ സവർണനായിട്ടോ ആയിരിക്കും ചിലപ്പോൾ, ഇവനൊക്കെ നമ്പൂതിരിയോ അല്ലെങ്കിൽ വലിയ വലിയ ജാതിയിൽ ഉയർന്ന ഹിന്ദു മതമാണെങ്കിൽ പോലും ഉയർന്ന തലത്തിലുള്ള ആളുകളായിരിക്കും ഇവനൊക്കെ ഡോക്ടർക്ക്. ഈ നൂറ്റാണ്ടിലും ഈ 2026 പോലും വളരെ നവോത്ഥാനത്തിൻ്റെ എന്നാ പറയണ്ടേ, വിദ്യാഭ്യാസത്തിൻ്റെ, അറിവിൻ്റെ, നോളജിൻ്റെയൊക്കെ ഒരു ഈറ്റില്ലം എന്ന് പറയുന്ന കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യം. അവിടുത്തെ കുട്ടികളെ അവരിങ്ങ് ബ്ലെയിം ചെയ്തിട്ട് പ്രതികരിക്കുന്നവരുടെ മാർക്കും ഇൻറ്റേർണൽ മാർക്കും എല്ലാം കട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കുക. അവരൊന്നെങ്കിൽ വൈവയ്ക്ക് തോൽപ്പിക്കുക, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മാർക്ക് തോൽപ്പിക്കുക. ഇതിലേതെങ്കിലും തോറ്റാൽ സ്വാഭാവികമായി നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതിയെടുക്കുന്നതിന് മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല, അവർ തോറ്റുപോകും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അവിടുത്തെ കോളേജിൽ സംഭവിക്കുന്നത്. ഈ കുട്ടികൾ ഇന്നലെ നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിയുടെ മരിച്ചടക്കിന് പോലും ഒരു കുട്ടി പോലും പങ്കെടുത്തില്ല. അവർക്കെല്ലാം പേടിയായതുകൊണ്ടാണ്. ആ കോളേജിലെ ഇനിയും അവരവിടെ പഠിക്കണം അല്ലേ? ഒരു BDS എന്ന് പറയുന്ന സംഭവം ഗവൺമെന്റിന്റെ ഇതിൽ പഠിക്കും. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഒരു പ്രൈവറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഒരുപാട് ലോൺ എടുത്ത് BDS എന്ന് പറയുന്ന ഡെന്റൽ കോഴ്സിലെ 3 ഇയറോ 4 ഇയറോ ഡെന്റൽ ഡിഗ്രി ആയിരിക്കാം ഇവർ പഠിക്കുന്നത്. ഡെന്റൽ ഒരിക്കലും ഇവരെ MBBSകാരല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം MBBS അല്ല, ഡെന്റൽ എന്ന് പറഞ്ഞ വേറൊരു ഡിപ്പാർട്ട്മെന്റാണ്, പല്ലുമായി ബന്ധപ്പെട്ട. ഈ ഡോക്ടറുടെയൊക്കെ പല്ലൊക്കെ അടിച്ച് പൊളിക്കുകയാണ് ചെയ്തത് അല്ലേ? ഈ സ്ത്രീ ആയിട്ടുള്ള ഡോക്ടർ, നിങ്ങളൊരു അമ്മയല്ലേ? നിങ്ങൾക്കൊരു മക്കളില്ലേ? നിങ്ങളുടെ വീട്ടിലില്ലേ സഹോദരങ്ങളും സഹോദരന്മാർക്കും മക്കളൊക്കെ? അത് അല്പം ഒരു സ്ത്രീ വർഗത്തിന് തന്നെ നാണക്കേടായിട്ടുള്ള ഒരു ഡോക്ടർ. ഇവരൊക്കെ ആണോ കേരളത്തിലെ ആശുപത്രികളിൽ ചികിത്സിക്കാൻ വരുന്നത്? അപ്പോൾ രോഗികൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇവരിൽ നിന്നൊക്കെ? രോഗികൾ ഇവരിൽ നിന്ന് എന്ത് കാരുണ്യമാണ് പ്രതീക്ഷിക്കേണ്ടത്? നരാധമന്മാർ അല്ലേ? ഹിംസ മാത്രം, അല്ലെങ്കിൽ ആളുകളെ കളിയാക്കി ഈ കുഞ്ഞുങ്ങളുടെ കന്താഴി അവരുടെ ജീവിതം നശിപ്പിക്കുക. എത്രയോ അങ്ങനെയാണെങ്കിൽ BDS പഠിക്കുന്ന എത്രയോ കുട്ടികൾ തോറ്റിട്ടുണ്ട്. അവിടെ സമഗ്രമായ ഒരു അന്വേഷണം അവിടെ വേണ്ടതാണ്. ഈ കേസ് അന്വേഷിക്കുന്ന കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ പോലീസ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണറായ അദ്ദേഹത്തിൻ്റെ പേരും നിതിൻ രാജ് എന്നാണ്. കാസർഗോഡുകാരനായ നിതിൻ രാജ് എന്ന വ്യക്തിയാണ്, IPS ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സത്യപരമായിട്ട് കാര്യങ്ങൾ പറ്റി ഇപ്പം പുതിയതായിട്ട് അവർ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഈ കുട്ടിയെ കോളേജിലേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ച് വിഷ്വൽസ് ഇടാൻ, ആ കൊച്ചിൻ്റെ സഹോദരി
പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുക. ഞാൻ നിതിൻ്റെ ക്ലാസ്മേറ്റാണ്, ഫസ്റ്റ് ഇയർ BDS സ്റ്റുഡൻ്റാണ്, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. റാം സാറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവൻ്റെ പേപ്പർ എല്ലാവരും മുമ്പിൽ വെച്ച് ഓരോ കുട്ടികളായിട്ട് കൊടുത്ത് വായിപ്പിച്ച് അവനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമല്ല, ക്ലാസ്സിനെ ഫുൾ ബോഡി ഷെയിം ചെയ്യാറുണ്ട്. എന്നെ ഫാറ്റി ഗേൾ എന്ന് വിളിക്കാറുണ്ട്. നിറം കുറവാണെങ്കിൽ കറുത്തിട്ടാണ് പറയാറുണ്ട്. നിറം കൂടിയ കുട്ടിയാണെങ്കിൽ യു ലുക്ക് ലൈക്ക് സിൻഡ്രല്ല എന്നും പറയാറുണ്ട്. നമ്മളെയൊക്കെ അപ്പോൾ അങ്ങ് അടിച്ച് താത്ത സംസാരിക്കുന്നത് എല്ലാ. ഇപ്പം ഈ നിതിൻ രാജ് എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയുടെ ചികിത്സാർത്ഥം നിതിൻ രാജിന്റെ മൊബൈലിൽ നിന്നാണ് ലോൺ എടുത്തേക്കുന്നത്. ഈ ഒരു കാര്യം പറയുമ്പോൾ കേരളത്തില് മൊബൈൽ ആപ്പ് വഴി ലോൺ കൊടുക്കുന്ന കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് പണം മുഴുവൻ പലിശയടക്കം പോറ്റും. എന്നിട്ടോ ഒരു തവണ അടയ്ക്കാതെ വരുന്നവനെയൊക്കെ ചെയ്യുന്നത് ഫോൺ വരെ ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഫോട്ടോകളും മറ്റും മോർഫ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരിമാര്, അധ്യാപകർ, ഇവരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വൾഗറായിട്ടുള്ള ഫോട്ടോകൾ ഉണ്ടാക്കി മാനം തട്ടി ഈ പണം തിരിച്ചു പിടിക്കുന്ന ഒരു വലിയ മാഫിയ നമ്മുടെ കേരളത്തിലുണ്ടായി. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ആരുമില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നിരവധിയായിട്ടുള്ള ലോൺ ആപ്പുകൾ വന്ന് ആ ലോൺ ആപ്പിൽ കുടുങ്ങിയപ്പോകുന്ന ഒരുപാട് മലയാളികളെ കാണാം. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു, ഒരുപാട് പേര് ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുന്നു. ഇവരുടെ കുടുംബത്തെ തകർക്കുന്ന ഒരു ലോൺ ആപ്പ്. നമ്മുടെ സിസ്റ്റം എന്തേ ഉണർന്ന് പ്രവർത്തിക്കാത്ത? ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി അത് അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ ആയിട്ട് സൈബർ സെല്ല് പോലത്തെ ഒത്തിരി വിഭാഗങ്ങൾ നമ്മുടെ പോലീസ് സേനയിലുണ്ട്. ഇവൻ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഒരു സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു ഇങ്ങനെയുള്ള നരാധവന്മാർക്ക്? അതും RBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ബാങ്കിങ് ലൈസൻസ് നൽകുന്ന ധനകാര്യ സ്ഥാപനമായ RBIയുടെ ലൈസൻസ് പോലും ഇല്ലാതെ ആർക്കും ഒരു മൊബൈൽ ആപ്പ് വഴി, ലോൺ ആപ്പ് വഴി തുറന്നുകൊണ്ട് ഉള്ള പലിശ കൊടുക്കാനും അതുവഴി അവരുടെ മാനത്തിന് വരെ വില പറയുക, നിതിൻ രാജിൻ്റെ മാനത്തിന് വരെ വില പറയുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നിതിൻ രാജല്ല, അനേകം പേര് ഇതുപോലെ ലോൺ എടുത്ത് കുടുങ്ങി നിൽക്കുന്ന അനേകം പേരുണ്ട്. അവരുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് അവരുടെ ഉറ്റവരെയും ബന്ധുക്കളെയും ഭാര്യയെയും ഒക്കെ വിളിച്ച് നാറ്റിച്ച് സമൂഹ മാധ്യമത്തിൽ മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് ലോൺ ആപ്പ് ചെയ്യുന്നത്. ഇതെങ്ങോട്ടാണ് ഈ പോകുന്ന പോക്ക്? ഒരു സ്ഥലത്ത് ഈ അധ്യാപകൻ്റെ ഇത്, നമ്മുടെ ഗുരുകുല സിസ്റ്റത്തിൽ കോളേജുകളിൽ ഇപ്പോൾ സംഭവിച്ച ഈ കാര്യം നമ്മളത് പരിശോധിക്കേണ്ടതാണ്. പല യൂണിവേഴ്സിറ്റികളിലും കുട്ടികളുടെ മാർക്കും നിലവാരവും നമ്മളത് പരിശോധിക്കണം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കുക. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയാലും കോളേജിലായാലും പരമാവധി കുട്ടികളെ അങ്ങ് തോൽപ്പിക്കുകയാണ്. കോളേജിൽ എക്സാം എഴുതുന്ന കുട്ടികളെ പരമാവധി റിട്ടേൺ ടെസ്റ്റ് കുട്ടികളെ അങ്ങ് തോൽപ്പിക്കുന്നു. ഇവിടുത്തെ സിസ്റ്റമാണിത്. പഠിച്ചു എഴുതുന്ന കുട്ടികളെ പരമാവധി വാല്യുവേഷൻ പേപ്പറിലെ ഇത് തന്നെ പറയണ്ടേ മാർക്ക് കുറച്ച് കാണിച്ചുകൊണ്ട് പല കുട്ടികളും ഇന്നത്തെ ഇവിടെ പൊട്ടുകയാണ്. കേരളത്തിൽ പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികളും കോളേജ് വിദ്യാഭ്യാസം അതുപോലെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ എല്ലാത്തിലും പരമാവധി 80% ആളുകളോളം തോറ്റുപോവുകയാണ്. ഇതൊക്കെ മടുത്തുകൊണ്ടാണ് ഒരു യുവത്വം അല്ലെങ്കിൽ പുതിയ തലമുറ കംപ്ലീറ്റ് യൂറോപ്പിലേക്ക് പോകുന്നത്. അവിടെ കിട്ടുന്ന സൗകര്യങ്ങൾ അല്ലേ, താമസം, ജോലി, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി ചെയ്യാം അല്ലേ, ഇതുപോലത്തെ എന്നാ പറയേണ്ട രാഷനിസമോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വേർതിരിവുകളൊന്നും അവിടെ ഇല്ല. അവനവൻ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. അങ്ങനെ പഠിച്ച് ഒത്തിരി കുട്ടികൾ എൻ്റെ നാട്ടിൽ കണ്ണൂരാണ്, ഞാൻ ഈ കണ്ണൂരുകാരനാണ്. കണ്ണൂരിൽ എത്ര കോളേജുകൾ പൂട്ടിപ്പോയെന്നറിയാമോ? വിദ്യാർത്ഥികളില്ല പഠിക്കാൻ. കംപ്ലീറ്റ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കയറി പോവുകയാണ്, യൂറോപ്പിലേക്ക്. വിദേശം യൂറോപ്പിലേക്ക് കയറി പോവുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും കയറിപ്പോയി പഠിക്കുകയാണ്. പഠിച്ചോട്ടെ, എന്നുള്ള കാര്യം, അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റി എഴുതേണ്ട കാലഘട്ടം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. വളരെ ഇതാണ് ഈ AI ഒക്കെ കണ്ട് ഗൂഗിൾ AI ഒക്കെ വന്നപ്പോൾ പിള്ളേരുടെ ഒരു കോളേജിലെ അധ്യാപകൻ പറയുന്നിട്ട് ആ കോളേജിൽ കംപ്ലീറ്റ് എന്നാ പറയുക അസൈൻമെൻറ്റ് എഴുതുന്നത് ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച്. പിള്ളേർ പരീക്ഷ എഴുതുമ്പോൾ എല്ലാം പൊട്ടുവാണ്. വല്ലാതൊരു വിരോധാഭാസമാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. അത്ര വലിയൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്നാലും ഈ നമ്മൾ പറഞ്ഞു വന്ന നിതിൻ രാജിൻ്റെ കാര്യമാണ്. നിതിൻ രാജിന്
നീതി ലഭിക്കട്ടെ. ആ കുടുംബമൊക്കെ കരയുന്ന കണ്ണീര്, അതിൻ്റെയൊക്കെ ശാപം ആ ഡോക്ടറുടെ പേരിലും അവരുടെ തലമുറയൊക്കെ ഏറ്റെടുക്കട്ടെ. അല്ലാതെ ഇപ്പം എന്നാ ചെയ്യണ്ടല്ലേ? ആ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണീര് ഡോക്ടറുടെയൊക്കെ കുടുംബം വെണ്ണീറായി പോവുകയുള്ളൂ. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ കൊച്ചിനെയൊക്കെ പഠിപ്പിച്ച് അവരുടെ സ്വപ്നം പൂർണ്ണ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അത് പാതി വഴിയിൽ വിടരും മുമ്പേ പൊഴിഞ്ഞു പോകുന്ന ഒരു വസന്തം പോലെ കുഞ്ഞ് ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി എത്ര കാലം കേസ് നടത്തിയാൽ അതൊന്ന് തെളിയുക? എത്ര നാൾ ആ കൊച്ചിന് നീതി ലഭിക്കുമോ എന്ന് പോലും സംശയമാണ്. ഇവരൊക്കെ എന്നാ പറയണ്ടത്, ജാമ്യം കിട്ടി പുറത്തിറങ്ങും. അധ്യാപകരും അധ്യാപികയൊക്കെ ആ കോളേജിലെ കുട്ടികൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ലൈസൻസ് കട്ട് ചെയ്യണം. BDS എന്ന് പറയുന്ന ബാച്ചുലർ ഓഫ് ഡെന്റൽ സയൻസിൻ്റെ അവർക്ക് കിട്ടിയ ഓൾ ഇന്ത്യയിൽ കിട്ടിയേക്കുന്ന ഒരു ലൈസൻസ് നമ്പർ അടക്കം അവരുടെ ഡിഗ്രികളെല്ലാം കട്ട് ചെയ്യുകയാണ് ചെയ്തത്. മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.